അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാം എന്ന പ്രോഗ്രാമിന്റെ 92ാമത്തെ എപ്പിസോഡിലേക്ക് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ കഴിഞ്ഞ 91 എപ്പിസോഡുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുവാൻ വലിയവനായി ദൈവം നമുക്ക് കൃപ തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ഇയർ എൻഡിങ് സമയത്തോട് അടുത്തു വരുമ്പോൾ, ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഒരു ആഘോഷമല്ല നമുക്കുള്ളത് എങ്കിൽ പോലും ആ വലിയ ഓർമ്മയുടെ മുമ്പിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഇന്ന് രാത്രിയിലും നമുക്കിടയാകുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്ഷണപ്രകാരം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ നാം എല്ലാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അനേക ഗായകർ നമ്മോടുകൂടെയുണ്ട്. ദൈവത്തിന് വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ ടി.കെ. എബ്രഹാം ഡാളസ് അവറുകൾ നമ്മളോടുകൂടെയുണ്ട്. ഇവരെല്ലാവരോടും ചേർന്ന് അനേക ദൈവദാസന്മാർ അവരോടെല്ലാവരോടും ചേർന്ന് ഇന്ന് രാത്രി നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ആദ്യോടന്തം എല്ലാ പ്രിയപ്പെട്ടവരും പങ്കെടുക്കുക. ദൈവത്തിന്റെ മഹത്വം അനുഭവിപ്പാൻ ഇടയാകട്ടെ. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ, ലോകമെങ്ങും അവിടുത്തെ ജനനം ഉദ്ഘോഷിക്കുമ്പോൾ, ഓർത്ത് ആഘോഷിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾക്ക് ഓർക്കുവാനുള്ളത് അവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തിയാണ്. അതോർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജനിച്ച് വളർന്ന് ആ വലിയ കഷ്ടത ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഇന്ന് രാത്രിയിലും ഓർത്ത് സ്തുതിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തന്നിരിക്കാൻ സ്തോത്രം. അല്പനേരം ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ എല്ലാ അനുകൂലമായ ചുറ്റുപാടുകളും സാധ്യതകളും ഞങ്ങൾക്ക് ഒരുക്കി നൽകണമേ. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാകണം. ഗാനങ്ങളും മെസ്സേജും ഒന്നും യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാതെ അനേകർക്ക് അത് അനുഗ്രഹമായി തീരുവാനിടയാകണം. രാത്രിയിലത്തെ മീറ്റിംഗിൽ അനേകർ പങ്കെടുക്കുവാനിടയാകണമേ. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. അവിടുത്തെ വിലയേറിയ സാന്നിധ്യം ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്തൽഹേമില് നമ്മുടെ പ്രാണപ്രിയൻ ജനിച്ച്, നമ്മെപ്പോലെ ഒരു കുഞ്ഞായി ജനിച്ച് വളർന്ന ഒരു കഥ നമുക്കറിയാം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ. ഇന്ന് രാത്രിയില് ആ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ അവൻ യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, എൻ്റെ ദൈവം, നമ്മുടെ ദൈവം, നമ്മെ രക്ഷിച്ച, പുറജാതികളായിരുന്ന നമ്മെ രക്ഷിച്ച നമ്മുടെ പ്രാണപ്രിയൻ. ഗാനങ്ങളിലൂടെയും സന്ദേശത്തിലൂടെയും ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രിയിലും ഇടയായി തീരട്ടെ. ഇന്ന് രാത്രിയിൽ അനേക സൗരന്മാർ ഗാനങ്ങൾ ആലപിപ്പാൻ നമ്മോടുകൂടെയുണ്ട്. പ്രത്യേകിച്ചും അതുപോലെ പ്രിയമകൾ അക്സാറ്റി സന്തോഷ്, അതുപോലെ ബ്രദർ ഷോൾ വർഗീസ് ദുബായ്, അതുപോലെ സിസ്റ്റർ മജു എബി അൾവാർ, അതുപോലെ ബ്രദർ ജെയിംസ് കൊടുന്തറ കുമ്പനാട്, അതുപോലെ ബ്രദർ ഷിബു ജോസ് ഉടുമൽപേട്ട്. ഈ പ്രിയപ്പെട്ടവര് ഗാനം ആലപിപ്പാൻ ഇന്ന് രാത്രി നമ്മോടുകൂടെയുണ്ട്. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ പ്രിയപ്പെട്ടവരെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ചെറിയ ഒരു സന്ദേശം നമുക്ക് നൽകുവാൻ കർത്താവിന്റെ ദാസൻ ടി.കെ. എബ്രഹാം ഡാളസ് അവറുകൾ നമ്മോടുകൂടെയുണ്ട്. പ്രിയപ്പെട്ട ദാസനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ആദ്യോടന്തം കഴിയുന്നിടത്തോളം വീഡിയോ ഓണാക്കിയിരുന്നാൽ നിങ്ങളെ കണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഏതാണ്ട് 6-7 ഗാനങ്ങളാണ് ഇന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയാകുന്നത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് പ്രാരംഭ ഗാനം ആരംഭിക്കട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും
എത്ര ഗാനം പാടിയാലും മതിയാവുകയില്ല. അന്ന് ആ ആട്ടിടയന്മാർ കർത്താവിനെ കാണുവാനായിട്ട് വന്നു, വിദ്വാൻമാർ അവനെ കാണുവാനായിട്ട് വന്നു. അവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ദ ബെസ്റ്റ് പൊന്നും മൂരും കുന്തിരിക്കവും കർത്താവിന്റെ കാൽക്കൽ അർപ്പിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രിയിലും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, കർത്താവെ, മനുഷ്യ ജന്മമായി നീ കടന്നു വന്ന് നീ അവതരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ച് കഷ്ടതകളെല്ലാം അനുഭവിച്ച് ആ വലിയ ത്യാഗം ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത് ഞങ്ങളെ രക്ഷിച്ച അവിടുത്തെ സ്നേഹം അതെത്ര ശ്രേഷ്ഠമാണ് എന്നോർത്ത് ആ ഗാനത്തോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മറ്റൊരു ഗാനം, ആരാധിക്കാം നാം യേശുവിനെ എന്നാരംഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം. ഈ ഗാനം രചിച്ചത് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമൻ കുര്യൻ തിരുവനന്തപുരം അവറുകളാണ്. അതിന് മ്യൂസിക് നൽകിയത് ഷൈജൻ പോൾ അവറുകളാണ്. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, അനുഗ്രഹീതമായ ആലാപനം, അനുഗ്രഹീതമായ രചന. ആ ഗാനത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയദാസനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമകൾ അക്സാറ്റി സന്തോഷ് ആ ഗാനം ആലപിക്കുന്നു. ഗാനം ആലപിക്കാനായിട്ട് പ്രിയമകളെ എല്ലാ ബഹുമാനത്തോടും കൂടെ ക്ഷണിക്കുന്നു. ആരാധിക്കാം നാം യേശുവിനെ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടെ. ശക്തിധനം സ്തുതി സ്തോത്രമെല്ലാം സ്വീകരിപ്പാനെന്നും യോഗ്യനവൻ. ആരാധിക്കാം നാം യേശുവിനെ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടെ. ശക്തിധനം സ്തുതി സ്തോത്രമെല്ലാം സ്വീകരിപ്പാനെന്നും യോഗ്യനവൻ. ആരാധനയ്ക്കു യോഗ്യനവൻ. നന്ദിയോടെ സ്തുതി പാടിടാം. കർത്തനവൻ ചെയ്ത നന്മകൾക്കായി രക്ഷയിൻ പാനപാത്രം എടുത്തു വാഴ്ത്താം. ദൈവസന്നിധിയിൽ നാം വിശുദ്ധരായി നന്ദിയോടെ എന്നും ആരാധിപ്പാൻ. ലോകസ്ഥാപനത്തിനു മുന്നമേ താൻ തിരഞ്ഞെടുത്തല്ലോ ആരാധിക്കാം. ദൈവസന്നിധിയിൽ നാം വിശുദ്ധരായി നന്ദിയോടെ എന്നും ആരാധിപ്പാൻ. ലോകസ്ഥാപനത്തിനു മുന്നമേ താൻ തിരഞ്ഞെടുത്തല്ലോ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനവൻ. നന്ദിയോടെ സ്തുതി പാടിടാം. കർത്തനവൻ ചെയ്ത നന്മകൾക്കായി രക്ഷയിൻ പാനപാത്രം എടുത്തു വാഴ്ത്താം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിപ്പാനായി ചങ്കിലെ ചോര ചിന്തി മരിച്ചുയർത്ത രക്ഷകനെ നാം ആരാധിക്കാം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിപ്പാനായി ചങ്കിലെ ചോര ചിന്തി മരിച്ചുയർത്ത രക്ഷകനെ നാം ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനവൻ. നന്ദിയോടെ സ്തുതി പാടിടാം. കർത്തനവൻ ചെയ്ത നന്മകൾക്കായി രക്ഷയിൻ പാനപാത്രം എടുത്തു വാഴ്ത്താം.
സ്നേഹത്താൽ സ്നേഹിച്ചവൻ പാപത്തിൻ പ്രായശ്ചിത്തമായവനെ ഹല്ലേലൂയ പാടി ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനവൻ, നന്ദിയോടെ സ്തുതി പാടിടാം. കർത്തനവൻ ചെയ്ത നന്മകൾക്ക് രക്ഷയിൻ പാനപാത്രം എടുത്തു വാഴ്ത്താം. ആരാധനയ്ക്കു യോഗ്യനവൻ, നന്ദിയോടെ സ്തുതി പാടിടാം. കർത്തനവൻ ചെയ്ത നന്മകൾക്ക് രക്ഷയിൻ പാനപാത്രം എടുത്തു വാഴ്ത്താം. താങ്ക് യു ഹക്സമോൾ. നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ വീണ്ടും നമുക്ക് ഇടയായി തീരട്ടെ. അന്ന് ആട്ടിടയന്മാരോട് സ്വർഗത്തിലെ ദൂതർ കടന്നു വന്നിട്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക്, നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. ഇന്ന് ലോകത്തിന്റെ രക്ഷകനായ കർത്താവ് ബേത്ലഹേമിൽ നിങ്ങൾക്ക് വേണ്ടി ജനിക്കാനായിട്ട് പോകുന്നു. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ കേട്ട ഏറ്റവും വലിയൊരു സന്ദേശമായിരുന്നു. ആ ആടുകളെല്ലാം മാറ്റിവെച്ച് അവരും ആ വലിയ രക്ഷകനെ കാണാനായിട്ട് കടന്നു വന്നു. ഇന്ന് രാത്രിയിൽ ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് വരുന്ന ആരെയും കർത്താവ് വെറുതെ അയക്കുകയില്ല. സ്നേഹത്തോടെ അരികിലേക്ക് സ്വീകരിക്കുന്ന ആ വലിയ സ്നേഹത്തിന്റെ അലകളായി കടലല പോലെ നമ്മെ തഴുകിയെത്തുന്ന ദൈവസ്നേഹം. അടുത്ത ഗാനം അലകൾ അലകളായി എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം സിസ്റ്റർ ഷേർലി തോമസ് കായംകുളം രചിച്ച് ഷിബു വെട്ടമല സംഗീതം നൽകിയ അനുഗ്രഹീതമായ ഒരു ഗാനം. അത് ബ്രദർ ഷോൾ വർഗീസ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ആലപിക്കും. എല്ലാ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ ദാസനെ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കും. ഉയരുന്നു വാനിൽ സ്വർഗ സംഗീതം. അലകളായി മാറ്റൊലി അലകളായി ഉയരുന്നു വാനിൽ സ്വർഗ സംഗീതം. അത്യുന്നതനാം ദൈവപുത്രൻ മന്ദിരിൽ ഭൂജാതനാ. അത്യുന്നതനാം ദൈവപുത്രൻ മന്ദിരിൽ ഭൂജാതനാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഞ്ഞു പെയ്യുന്ന ജെറുസലേം വീഥികൾ, ഒലിവു പൂത്ത മലനിരകളും. മഞ്ഞു പെയ്യുന്ന ജെറുസലേം വീഥികൾ, ഒലിവു പൂത്ത മലനിരകളും. കാത്തിരുന്നതാം പൊൻസുദിനം, ലോകരക്ഷകന്റെ തിരുജനനം. കാത്തിരുന്നതാം പൊൻസുദിനം, ലോകരക്ഷകന്റെ തിരുജനനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
നമ്മിൽ തെളിക്കാം. സ്നേഹത്തിൻ പുൽക്കൂടൊരുക്കാം. സ്നേഹത്തിൻ തിരിനാളങ്ങൾ നമ്മിൽ തെളിക്കാം. സ്നേഹത്തിൻ പുൽക്കൂടൊരുക്കാം. ആനന്ദഗീതങ്ങൾ പാടിടാം ശാന്തി തൻ ദൂതനാ. ആനന്ദഗീതങ്ങൾ പാടിടാം ശാന്തി തൻ ദൂതനാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അലകൾ അലകളായി അതൊലി അലകളായി ഉയരുന്നു വാനിൽ സ്വർഗ സംഗീതം. അലകൾ അലകളായി അതൊലി അലകളായി ഉയരുന്നു വാനിൽ സ്വർഗ സംഗീതം. അത്യുന്നതനായ ദൈവപുത്രൻ മന്നിതിൽ പൂജാതനാ. അത്യുന്നതനായ ദൈവപുത്രൻ മന്നിതിൽ പൂജാതനാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ക് യു ഷോൾ വർഗീസ് ബ്രദർ. താങ്ക് യു ഫോർ യുവർ സൗണ്ട്. നമ്മുടെ കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് തന്നെയാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഷേർലി തോമസ് കായംകുളം രചിച്ച് ഷിബു വെട്ടമല സംഗീതം നൽകിയ മറ്റൊരു ഗാനം കേട്ടില്ലേ, സ്വർഗീയ ഗാനം. അതിലിങ്ങനെ പറയുന്നു: ശാന്തിതൻ ദൂതനായി മർത്യന്റെ രക്ഷകനായി ഉലകിന്റെ നാഥൻ പിറന്ന രാവ്. ഇന്ന് രാത്രിയില് ലോകമെങ്ങും ആ ദൈവത്തിന്റെ ജനനത്തെ ഉദ്ഘോഷിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ യേശു ജനിക്കുവാൻ, ഒരു പുതിയ ജനനം കൊണ്ടാകുവാൻ ഇടയാകണം. പുതുക്കപ്പെട്ട ഒരു മനസ്സോടെ, മാനസാന്തരപ്പെടുന്ന ഒരു മനസ്സോടെ, ഒരു പുതിയ തീരുമാനത്തോടെ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത വർഷം കർത്താവ് നമുക്ക് തരുന്നുവെങ്കിൽ ഒരു പുതിയ തീരുമാനത്തോടെ പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. ഈ ഗാനം കേട്ടില്ലേ, സ്വർഗീയ ഗാനം, കണ്ടില്ലേ മാലാഖവൃന്ദം എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം സിസ്റ്റർ മജു എ പി ജോസഫ് അൾവാർ ആലപിക്കുന്നു. പ്രിയ സഹോദരി എല്ലാ ബഹുമാനത്തോടും കൂടെ ക്ഷണിക്കുന്നു. സ്വർഗീയ ഗാനം കണ്ടില്ലേ മാലാഖവൃന്ദം, കേട്ടില്ലേ സ്വർഗീയ ഗാനം കണ്ടില്ലേ മാലാഖവൃന്ദം, മിന്നുന്ന താരാകൂട്ടം വന്നല്ലോ ക്രിസ്മസ് രാവ്, മിന്നുന്ന താരാകൂട്ടം വന്നല്ലോ ക്രിസ്മസ് രാവ്, കേട്ടില്ലേ സ്വർഗീയ ഗാനം. സ്വരദീപ്തി ചൊരിയുന്ന
തിരുജനനം. സ്വർഗീയ ദീപമായി ഇരുളിന്റെ പാതയിൽ സ്വരദീപ്തി ചൊരിയുന്ന തിരുജനനം. കേട്ടില്ലേ സ്വർഗീയ ഗാനം. മർത്യന്റെ രക്ഷയാൽ ഉലകിന്റെ നാഥൻ പിറന്ന രാവ്. ശാന്തിതൻ ദൂതനായി മർത്യന്റെ രക്ഷയാൽ ഉലകിന്റെ നാഥൻ പിറന്ന രാവ്. കേട്ടില്ലേ സ്വർഗീയ ഗാനം. കണ്ടില്ലേ മാലാഖ വൃന്ദം. കേട്ടില്ലേ സ്വർഗീയ ഗാനം. കണ്ടില്ലേ മാലാഖ വൃന്ദം. മിന്നുന്ന താരാകൂട്ടം വന്നല്ലോ ക്രിസ്മസ് രാവ്. മിന്നുന്ന താരാകൂട്ടം വന്നല്ലോ ക്രിസ്മസ് രാവ്. കേട്ടില്ലേ സ്വർഗീയ ഗാനം. താങ്ക് യു മഞ്ജു സിസ്റ്റർ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. എന്തുകൊണ്ട് കഴിഞ്ഞ 2000 വർഷത്തോളമായി കർത്താവ് യേശുക്രിസ്തുവിനെ മാത്രം നാം ഉയർത്തുന്നു? അതിനൊറ്റ സെന്റൻസേ ഉള്ളൂ: യേശുക്രിസ്തുവിനെ പോലെ മഹത്വമുള്ള, ഉയർത്തുവാൻ കൃപയുള്ള മറ്റാരുമില്ല നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ആ കർത്താവിനെ പോലെ സ്നേഹിക്കുന്ന, കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മോട് കൂടെ നിൽക്കുന്ന, നമുക്കെന്തും നൽകി തന്ന, ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, അതിലുപരി ഒരു വലിയ നിത്യത നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ വേറെ ആരുമില്ല. അവന്റെ നാമം അതെത്ര ശ്രേഷ്ഠമാണ്. അവന്റെ പേര് അത് ഓർക്കുമ്പോൾ, ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. നമ്മുടെ കർത്താവ് വേഗം വീണ്ടും വരും എന്ന് നമുക്കറിയാം. ആ പ്രത്യാശയാണ് ഏതു ക്രിസ്തീയ ദൈവ പൈതലിനെയും ശക്തിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഘടകം. ഏത് രോഗത്തെയും വേദനയും മറികടക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകം ആ പ്രത്യാശയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. നാഥ, നിന്റെ നാമം എത്ര മനോഹരം. കർത്താവിന്റെ ദാസൻ ഈ ജേക്കബ് രചിച്ച് ഈണം നൽകിയ വളരെ അനുഗ്രഹീതമായ ഒരു പരിചിതമായ ഒരു ഗാനം, നാഥ നിൻ നാമം എത്രയോ എന്ന് തുടങ്ങുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം ബ്രദർ ജെയിംസ് കൊടുന്തറ അവർ ഈ ഗാനം ആലപിക്കുന്നു. പ്രിയ സഹോദരനെ എല്ലാ ബഹുമാനത്തോടെ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. നിന്നാമമേത്രയോ ശ്രേഷ്ഠം മഹോന്നതം, സൗരഭ്യം തൂകും തൈലം പോൽ രമ്യം മനോഹരം. താവകനാമം പാപിക്കൂ നൽകുന്നു സാന്ത്വനം. സ്വൈരനിവാസം കണ്ടതിൽ മേവുന്നു നിൻ ജനം.
കൺകൾ കാണുകിൽ നിൻ തൃമുഖാംബുജം ദുഃഖിതരിൻ പ്രത്യാശ നീ പാപികൾക്കാശ്രയം സാധുക്കളിൻ സന്തോഷവും നീ താൻ നിസ്സംശയം. സാന്നിധ്യം തുലോ ആശ്വാസഹേതുകം ദൃശ്യ സംസർഗം വിശ്രമം മാമകവാഞ്ചിതം വിസ്മയം നീ സാധുവേ സ്നേഹിച്ചതീദൃശം സ്നേഹിക്കുമായുരന്തം ഞാൻ നിന്നെ അന്യാദൃശം. താങ്ക് യു ജെയിംസ് ബ്രദർ. വളരെ അനുഗ്രഹീതമായൊരു ഗാനം. നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നതും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് ഈ കർത്താവ് നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് മാത്രമാണ്. ഈ 2023 നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി. ദൈവം എത്രമാത്രം സഹായങ്ങൾ നമുക്ക് നൽകി. എപ്പോഴെല്ലാം കർത്താവ് നമ്മോട് കൂടിയിരുന്ന് നമ്മെ സംരക്ഷിച്ചു. ആ ഓർമ്മയോടുകൂടെ വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഗാനങ്ങൾ തുടരുകയാണ്. എന്നാൽ അതിനിടയിൽ അല്പസമയം ഒരു ക്രിസ്മസ് സന്ദേശം അല്ലെങ്കിൽ ഒരു പുതുവർഷ സന്ദേശം എന്നുള്ള നിലയിൽ ഒരു ചെറിയ സന്ദേശം നമുക്ക് കേൾക്കാം. അതിനായിട്ട് കർത്താവിന്റെ ദാസൻ ബ്രദർ ടി.കെ. എബ്രഹാം ഡാളസ് അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയദാസനെ ഒരു ലഘു സന്ദേശത്തിന് വേണ്ടി എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ മധ്യയായിരിപ്പാണ്ടക്കൊണ്ട് കർത്താവ് നൽകുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രുതി മധുരമായ ഗാനങ്ങൾ കേട്ട് നാം സന്തോഷിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ രചിച്ചതും കഴിഞ്ഞ നാളുകളിൽ പാടിക്കൊണ്ടിരുന്നതുമായ അനേക മനോഹര ഗാനങ്ങൾ പാടുവാണ്ടക്കൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കർത്താവ് ബലപ്പെടുത്തി. ഇതൊക്കെയും മുഖാന്തരം നമ്മുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെയും ആഗ്രഹം. ഈ ജേക്കബ് സാർ എഴുതിയ ആ മനോഹരമായ ഗാനത്തിന്റെ അവസാന വരികളിൽ നാം വായിക്കുന്നത് പോലെ, കർത്താവെ ഇതൊക്കെയും മുഖാന്തരം അങ്ങേ കൂടുതൽ സ്നേഹിപ്പാൻ എന്നെയും അങ്ങ് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അല്പസമയം നമുക്ക് ദൈവസന്നിധാനത്തിൽ കഴിക്കാം. നാം ഇന്ന് ജീവിക്കുന്നത് കലാപകലുഷിതമായ ഒരു ലോകത്തിലാണ്. എവിടെ നോക്കിയാലും ഒരു സമാധാനവും സ്വസ്ഥതയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ മധ്യത്തിൽ ഇന്ന് ക്രിസ്മസ് ലോകവ്യാപകമായി ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭക്തൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ ക്രിസ്മസ് എന്ന ആ റഷിൽ നാം ക്രിസ്തുവിനെ മറന്നു പോകുന്നു എന്നുള്ള ആ സംശയം അനേക ഹൃദയങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമായിട്ടാണല്ലോ ഇതിരിക്കുന്നത്. ക്രിസ്മസിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുന്നത് ഹിസ്റ്ററി മേക്കിംഗ് ഈവന്റ് എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെയും ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അന്വർത്ഥമായ പ്രസ്താവനകളാണ്. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആഘോഷിക്കുന്നത് കൊണ്ട് അതിൽ യാതൊരു അർത്ഥവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങളിൽ ഒന്നാകുന്നു. ഒരു ഭക്തൻ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ യേശുക്രിസ്തുവിന്റെ ജനനം സംഭവിച്ചിരുന്നില്ല എങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ തന്നെ അടിസ്ഥാനം മറിഞ്ഞു പോകുമായിരുന്നു. മാനവജാതിയുടെ രക്ഷാമാർഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള രക്ഷാപദ്ധതിയുടെ
അടിസ്ഥാനപരമായ ഒരു സത്യമായിട്ടാണ് ക്രിസ്മസ് ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഇവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത്. കർത്താവിന്റെ 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ ഇടയന്മാരുടെ അടുക്കൽ വന്നിട്ട് കർത്താവിന്റെ തേജസ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നിങ്ങനെ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ആ തേജസ് അവർക്ക് ചുറ്റും മിന്നി അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം അവൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളം ഇതായിരിക്കും: ശീലകളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അങ്ങനെ നമുക്ക് ആ ഭാഗത്ത് കർത്താവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ഈ ഈവനിങ്ങിൽ ആ ബന്ധത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ഇവിടെ വായിക്കുന്നത് ഇത് ദൈവത്തിന്റെ ദൂതൻ മുഖാന്തരം ദൈവം അരുളി ചെയ്ത അത്യത്ഭുതകരമായ ഒരു സന്ദേശമാകുന്നു എന്നുള്ളതാണ്. നാം മനസ്സിലാക്കുന്നത് പോലെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന സംഭവമായിട്ട് ഇതിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. എന്തുകൊണ്ടെന്നാൽ ചരിത്രം എന്ന് പറയുന്നത് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധമുള്ള ചില യാഥാർത്ഥ്യങ്ങളുടെ ഒരു സംഹിതയാണല്ലോ. ആ നിലയിൽ നാം ചരിത്രത്തെ കാണുന്നതാണ് എപ്പോഴും നല്ലത്. നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന പേടക സഞ്ചാരി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ താൻ ഇപ്രകാരം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്: ഇത് എന്റെ ചെറിയൊരു ചുവടുവെപ്പ് മാത്രമാണ്, എന്നാൽ മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ ഇത് ഏറ്റവും വലിയ കുതിച്ചുകയറ്റമാകുന്നു എന്ന് അദ്ദേഹം പറയുവാനായിട്ടിടയായി. എന്നാൽ ആ പ്രസ്താവന കഴിഞ്ഞ ഉടൻ തന്നെ അനേക ദൈവത്തിന്റെ ശ്രേഷ്ഠദാസന്മാർ ഇങ്ങനെ പറയുവാനായിട്ടിടയായി: മനുഷ്യവർഗത്തോടുള്ള ബന്ധത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള സുപ്രധാനമായ വിഷയം മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനായി എന്നുള്ള കാര്യമാകുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നാം ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. ലോകത്തിൽ അനേക ശാസ്ത്രജ്ഞന്മാർ അനേക കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. എന്നാൽ ആ നേട്ടങ്ങൾ കൊണ്ട് കാര്യമായ സാധ്യതകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കാലത്തിന്റെ തികവിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വരികയും ഒരു മനുഷ്യവേഷം ധരിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ രക്ഷാപദ്ധതി ഒരുക്കുകയും ചെയ്തിരിക്കുന്ന ആ മഹൽ സത്യം നാം അറിയുമ്പോൾ അതിന്റെ വലിപ്പം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വില്യം ബൂത്ത് ഇംഗ്ലണ്ടിൽ ആ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ റെസ്ക്യൂ മിഷൻ ആരംഭിച്ചതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ആ റെസ്ക്യൂ മിഷനാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദൈവമായിട്ട് നിത്യതയിൽ ഉണ്ടായിരുന്നവനാണ്. എന്നാൽ കാലത്തിന്റെ തികവിൽ മനുഷ്യവേഷം ധരിച്ച് ഈ ഭൂമിയിൽ ജനിച്ചതിന്റെ ഉദ്ദേശം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് ക്രൂശിൽ മരിക്കുക എന്നുള്ളതായിരുന്നു. ആ മരണം കൊണ്ട് മാത്രമാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധനായ ദൈവത്തോട് പാപിയായ മനുഷ്യനെ നിരപ്പിക്കുവാൻ വേണ്ടി മറ്റു യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യനായിട്ട് താൻ ക്രൂശിൽ മരിച്ചിരുന്നുവെങ്കിൽ അതൊരിക്കലും സാധ്യമായിരുന്നില്ല. എന്നാൽ ക്രൂശിൽ നാം കാണുന്നത് ഒരു ദൈവ മനുഷ്യനെയാണ്. അവന്റെ ദൈവത്വത്തിന് യാതൊരു ഭംഗവും അന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അനേകർ ആ സത്യം മറന്നുകൊണ്ട് വെറും ഒരു ആഘോഷമായിട്ട് ക്രിസ്തുമസ് കൊണ്ടാടുമ്പോൾ നമ്മൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ചെയ്തിരിക്കുന്ന ഈ അത്യുത്കൃഷ്ടമായ ശുശ്രൂഷയുടെ മഹത്വം നാം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ പാതാര ബിന്ദങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി അവനെ ആരാധിക്കുന്ന ആ ഇടയന്മാരെ പോലെ അതേ കർത്താവിനെ പുകഴ്ത്തി പാടുന്ന ഒരു അനുഭവം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം കൃത്യമായി സൂക്ഷ്മതയോടുകൂടെ രചിക്കപ്പെട്ടിട്ടുള്ള സുവിശേഷമാണ്. ചരിത്രകാരന്മാരുണ്ടായിട്ടുണ്ട്. ടാസിറ്റസ്, യൂസിഫസ് എന്നിങ്ങനെയുള്ള ചരിത്രകാരന്മാർ തന്നെ ജീവിച്ചിരുന്നവരാണ്. അവരൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്. ഏറ്റവും ക്ലിപ്തമായ അതും വിവരം നമുക്ക് നൽകിയിട്ടുള്ളത്
ഈ ലൂക്കോസ് എന്ന് പറയുന്ന ഡോക്ടറിൽ നിന്നാണ്. ആ നിലയിൽ നാം അത് മനസ്സിലാക്കുമ്പോൾ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് വളരെ വ്യക്തമായ ക്ലുപ്തമായ അനേക സത്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം കാലത്തികവിൽ സംഭവിച്ച ഒരു സംഭവമാണ്. നൂറ്റാണ്ടുകളായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിരുന്നതും മനുഷ്യൻ വളരെ ജിജ്ഞാസയോടുകൂടെ കാത്തിരുന്നതുമായ ഒരു വീണ്ടെടുപ്പുകാരന്റെ ജനനം അതൊരു യാദൃച്ഛിക സംഭവമായിരുന്നില്ല. കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്നുള്ള അർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്നുള്ള പേർ ഉള്ളവനായി തീരുമെന്നിങ്ങനെയുള്ള സത്യങ്ങൾ നമ്മൾക്ക് യെശയ്യാവിന്റെ പ്രവചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം എത്രയോ പ്രവചനങ്ങളാണ് പഴയ നിയമത്തിൽ വായിക്കുന്നത്. നമ്മൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവനെ കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ സത്യങ്ങൾ നമുക്ക് യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ നൂറ്റാണ്ടുകളായി നോക്കി പാർത്തിരുന്ന മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ സമ്പൂർത്തീകരണമാണ്, അല്ലെങ്കിൽ അതിന്റെ ആരംഭമാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. ആ നിലയിൽ കാലസമ്പൂർണതയിൽ സംഭവിച്ച ഈ സംഭവം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സത്യമായിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ ഇതൊരു യാദൃച്ഛ്യ സംഭവമായിട്ട്, ഒരു സാധാരണ സംഭവമായിട്ട് നാം ഒരിക്കലും കാണുവാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഈ സത്യം നാം മനസ്സിലാക്കുന്നവരാണോ? നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആഘോഷങ്ങളൊക്കെ നല്ലതാണ്, എന്നാൽ ക്രിസ്തു ഇല്ലാത്ത ആഘോഷം അർത്ഥശൂന്യമാകുന്നു എന്നുള്ള സത്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കുറിച്ചായിരുന്നു. ഈ വാക്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് ഇത് ആർക്കാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് എന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ഇവിടെ നാം വായിക്കുന്നത് ആട്ടിടിയന്മാർക്കാണ് ഇത് നൽകിയിരിക്കുന്നത്, ഈ സന്ദേശം നൽകിയതെന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആട്ടിടിയന്മാർ അക്കാലത്ത് അവഗണിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളായിരുന്നു. സമൂഹത്തിൽ അവർക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ദേവാലയത്തിലെ ആടുകളെ പോറ്റി പുലർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ നിയോഗം. അതായത് യെരുശലേമിന്റെ പരിസര പ്രദേശങ്ങളിൽ ആട്ടിടയന്മാരായിട്ട് ജീവിച്ചിരുന്നവരൊക്കെയും ആ നിലയിൽ ആടുകളെ വളർത്തിയിരുന്നത് ദേവാലയത്തിൽ യാഗമർപ്പിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. 2,50,000 ആടുകൾ ഒരു വർഷം ആ നിലയിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമായിട്ടാണ് ഇരിക്കുന്നത്. ആ ആടുകളെ പോറ്റി പുലർത്തിയിരുന്ന ഈ ആട്ടിടയന്മാർക്ക് ശുദ്ധരെന്നുള്ള പേരിൽ ദേവാലയത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഫിലോസഫി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മൈൻ ഈസ് മൈൻ ആൻഡ് വാട്ട് ഈസ് ഡൈൻ ഈസ് മൈൻ. അവർക്കൊരാടിനെ ഇവിടുന്നും കിട്ടിയാൽ അവർ കൊടുക്കുകയില്ല, അതുപോലെ അടുത്ത ആടിനെ ആർക്കും അവർ നൽകുകയുമില്ല. അങ്ങനെ സ്വാർത്ഥ തൽപരരായ ഒരു കൂട്ടം ആളുകളായിരുന്നു അവർ. മാത്രമല്ല, അവരെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് സമൂഹം അവർ അവഗണിക്കപ്പെട്ടവരാണ്, അവർക്ക് സ്ഥാനമില്ല. ഈ ആടുകളെ ഇങ്ങനെ പോറ്റി പുലർത്തിയിരുന്നെങ്കിലും ദേവാലയത്തിൽ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ യഹൂദന്മാരുടെ കോടതികളിൽ സാക്ഷ്യം പറയുവാൻ അവരെ അനുവദിച്ചിരുന്നില്ല. കാരണം അവർ അൺഡിപ്പെൻഡബിൾ ആയിരുന്നു, അവിശ്വസ്തരായതിനാൽ ആ നിലയിൽ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല, അവർക്ക് പദവി ലഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ലോകത്തിൽ അവഗണിക്കപ്പെട്ടവരായ ഒരു കൂട്ടം ആളുകളായിരുന്നു അവിടെ നിന്നുള്ള സത്യം നാം മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ആ ജനനത്തിന്റെ സദ്വർത്തമാനം അറിയിക്കുവാൻ തക്കോണം ആ ദൂതന്മാർക്ക് ആ പ്രസാദം ഉണ്ടായത്. ദൈവത്തിന്റെ കൃപയുടെ മനോഹരമായ ചിത്രമല്ലയോ നാം ഇവിടെ കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കൃപയുടെ നിധിയാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സകല ജനത്തിനും ഉണ്ടാകുവാനായിട്ടുള്ള സന്തോഷമായിട്ടാണ് ഇതിനെക്കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യവർഗത്തിന് ആവശ്യം രക്ഷകന്മാർക്ക് ഒരുക്കുവാൻ വേണ്ടി ആ ബേത്ലഹേമിലെ പുൽത്തൂട്ടിൽ ഒരു ശിശു ജനിക്കുകയും വളർന്ന് ആ ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായിട്ട് മരിക്കുകയും ചെയ്ത ഈ രക്ഷാനായകനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷം കൊണ്ട് ഒരർത്ഥമില്ല എന്ന് ഞാൻ ഊന്നി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരെ കുറിച്ച്, ഈ ഇടയന്മാരെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. അവർ ലോകാഭിപ്രായം
ജ്ഞാനികളായിരുന്നില്ല, കുലീനന്മാരായിരുന്നില്ല അവർ. എന്നാൽ അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിന്റെ കൃപയുദിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം തീത്തോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സകല മനുഷ്യർക്കും ആവശ്യമായിരുന്ന രക്ഷാകരണമായ ആ ദൈവകൃപ ഉദിച്ചു എന്ന്. ലോക ചരിത്രത്തിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷോപലക്ഷം ആടുകൾ കൊല്ലപ്പെട്ടിരുന്നെങ്കിലും അവരുടെ രക്തം കൊണ്ടോ അവരുടെ ഈ യാഗങ്ങൾ കൊണ്ടോ രക്ഷാമാർഗം ഒരുക്കപ്പെടുമായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പുത്രൻ, പാപരഹിതനായ ആ ദൈവപുത്രൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചപ്പോൾ രക്ഷാപദ്ധതി ഒരുക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ഇത് ഭയം മാറ്റി സമാധാനം നൽകുന്ന സന്ദേശമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭയം നമ്മിൽ നിന്ന് അകറ്റുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇന്ന് അനേക നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് കേരളത്തില് ഈ COVID-19 ഉണ്ടായപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആപ്തവാക്യം ഭയപ്പെടേണ്ട ജാഗ്രത മതി എന്ന്, ഭീരുവാകേണ്ട ജാഗ്രത മതി എന്ന്, ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ള ആപ്തവാക്യം അവർ എവിടെയും പ്രഘോഷിച്ചിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ യാതൊരു കാര്യങ്ങൾക്കും ഭയം മാറ്റുവാനായിട്ട് കഴിയുന്നതല്ല. നമ്മുടെ കർത്താവിനെ മാത്രമേ ഭയത്തിൽ, മരണഭയത്തെ വിടുവിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള സത്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. നാം അറിയുന്ന പോലെ യുണൈറ്റഡ് നേഷനൊക്കെ പല സെക്യൂരിറ്റി കൗൺസിലൊക്കെ അനേക തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ അത് സഫലമാക്കി തീർക്കുവാൻ, അത് പ്രായോഗികമാക്കി തീർക്കുവാൻ അവർ അമ്പെ പരാജയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് 2 വർഷമായിട്ട് തുടരുകയാണ്. ഇസ്രയേലും പാലസ്തീനും ഹമാസും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിലാണ് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും ഒരു സമാധാനമില്ല. മനുഷ്യഹൃദയം സമാധാനത്തിനായിട്ട് വ്യാമോഹിക്കുകയാണ്. അതെ, ഒരു വേഴാമ്പൽ മരുഭൂമിയിൽ വെള്ളത്തിനായിട്ട് ആഗ്രഹിക്കുന്നത് പോലെ എവിടെയെങ്കിലും സമാധാനം കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ മനുഷ്യൻ പരക്കം പായുകയാണ്. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ഞാൻ എന്റെ സമാധാനം നൽകുന്നെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ മധ്യത്തിലേക്ക് ആഗതനായ, വീണ്ടെടുപ്പുകാരനായ, പാപപരിഹാരകനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ലോകം ഘോഷിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത്. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ പ്രഭുവാണവൻ. ഞാൻ നിങ്ങളുടെ സമാധാനമാകുന്നു എന്നുള്ള സത്യം പറയുവാൻ കൊണ്ടും ധൈര്യമുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന് കഴിവുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവ് മാത്രമാകുന്നു എന്നുള്ള സത്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഇത് സമാധാനത്തിന് സന്ദേശം വഹിക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് ഇരുന്നിരുന്നത്. സകല മനുഷ്യർക്കും സന്തോഷം നൽകുന്ന വാർത്തയായിട്ട് ഇതിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സകല മനുഷ്യർക്കും സന്തോഷം നൽകുവാൻ പര്യാപ്തമായ ഒരു വാർത്ത മാത്രമേ, ഒരു സന്ദേശം മാത്രമേ ഭൂമിയുടെ മുഖത്തുള്ളൂ. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. മനുഷ്യനെന്നും വ്യാമോഹിച്ചു കൊണ്ടിരുന്നതാണ് ഒരു രക്ഷിതാവിനെ വേണമെന്നുള്ളത്. അഗസ്റ്റിൻ എന്ന് പറയുന്ന ആ വലിയ പണ്ഡിതൻ 4-ാം നൂറ്റാണ്ടിൽ പ്രകാരം പറഞ്ഞു: ദൈവമേ, നീ ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു. നിന്നെ ഞങ്ങൾ സമയം വരെയും ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. ഞങ്ങൾക്ക് സമാധാനമോ സംതൃപ്തിയോ കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ലെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എന്റെ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ ഈ ക്രിസ്മസ് ആഘോഷം അർത്ഥപൂർണമായിട്ട് തീരുകയുള്ളൂ. അവസാനമായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ദൈവദേശ വെളിപ്പെടുത്തിയ ഒരു സന്ദേശമാകുന്നു എന്നുള്ളതാണ്. കാലസമ്പൂർണതയിൽ സംഭവിച്ചതും കർത്താവായ യേശുക്രിസ്തുവിൽ വഴി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗത്തെ വെളിപ്പെടുത്തിയതുമായ സന്ദേശം, അത് നമുക്ക് സമാധാനം നൽകുന്ന സന്ദേശം, അതുപോലെ തന്നെ സർവ്വജനത്തിൽ ഉണ്ടാകുവാനായിട്ടുള്ള സന്തോഷത്തിന്റെ സന്ദേശമായിരുന്നു ആ ക്രിസ്മസ് ദിവസം ദൂതന്മാർ മുഖാന്തരം ആ ഇടയന്മാർക്ക് ലഭിച്ചത്. അത് നമുക്ക് ആവശ്യം സന്തോഷമാണ്. സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ നിന്നും മയക്കുമരുന്നിലും അതുപോലെ മദ്യത്തിലൊക്കെ ആശ്രയിക്കുന്ന പ്രവണത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നത്തെ യുവതലമുറയെ കുറിച്ച് ഈ സമയത്ത് ആരോ പറയുവാനായിട്ടുണ്ടായിരുന്നു, അതെ, രക്ഷിപ്പാൻ കഴിയാത്ത വിധത്തിൽ അധപ്പതിച്ചു പോയ ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന്. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ വ്യാമോഹിച്ചുകൊണ്ട്
പരക്കം പായുന്ന ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ സമാധാനം നൽകുവാൻ, ഹൃദയത്തിന് സമാധാനം നൽകുവാൻ, ഹൃദയത്തിന് സംതൃപ്തി നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗത്തിന്റെ സന്ദേശമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് തീർന്നിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് സന്തോഷിപ്പാനായിട്ട് കഴിയും? എന്തുകൊണ്ടെന്നാൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിൽ നാം സന്തോഷിക്കണം. നാം ക്രിസ്തുവിലായി തീർന്നതിന്റെ ഫലമായിട്ട് മാത്രമാണ് നമുക്കിന്ന് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ശിക്ഷ ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് സഹിച്ചത് കൊണ്ട് ഇന്ന് നമുക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെ പ്രാഗൽഭ്യത്തോടുകൂടെ കടന്നു വന്ന് ആരാധിക്കുവാൻ, അവനെ ആഘോഷിക്കുവാൻ, അവനിൽ സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൽ ആയിത്തീർന്നവരാണ്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ട് ക്രിസ്തുവിലായിത്തീരുന്ന ഒരു അനുഭവം, കർത്താവേ നീ എന്റെ രക്ഷിതാവും കർത്താവിനെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങളിൽ അർപ്പിച്ച ഒരു സന്ദർഭം ഒരു സമയം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് ഈ ഈവനിങ് ടൈമിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംവാദിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക. ഒന്നാമതായിട്ട് നാം ക്രിസ്തുവിലായി തീർന്നു എന്നുള്ളതാണ് ആ സന്തോഷത്തിന്റെ കാരണം. രണ്ടാമതായിട്ട് ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെയും നമ്മുടെ നന്മയ്ക്കും തന്റെ നാമത്തിന്റെ മഹത്വത്തിനുമാകുന്നു എന്നുള്ള സത്യം നാം മനസ്സിലാക്കുമ്പോൾ, ദോഷമായിട്ടൊന്നും അവൻ ചെയ്യുന്നവനല്ലെന്നുള്ള സത്യം നാം ഗ്രഹിക്കുമ്പോൾ നമുക്ക് സന്തോഷിപ്പാനായിട്ട് ഇടയാകണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ബോധമുണ്ടോ, ആ കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. മൂന്നാമതായിട്ട് നാം ഓർത്തിരിക്കേണ്ടത്, കർത്താവിൽ നാം സന്തോഷിക്കണം. അവൻ കർത്താവ് സത്യം നാം മനസ്സിലാക്കണം. ഈ അധ്യായത്തിൽ തന്നെ, ഈ 2-ാം അധ്യായത്തിൽ അതേ ദൂതൻ നൽകുന്ന സന്ദേശത്തിൽ 3 കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ കർത്താവാണ്, അവൻ രക്ഷിതാവാണ്, അവൻ മശീഹയാണ് എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് നാം കാണുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. നമ്മുടെ രക്ഷിതാവാണ്, അവൻ നമ്മുടെ കർത്താവാണ്, മശീഹൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ പാതാരവിന്ദങ്ങളിൽ നാം വീണ് ആരാധിക്കുന്നവരായിട്ട് തീർണം. നാം ക്രിസ്തുവിലായി തീർന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും ദൈവത്തിന്റെ ആലോചന പ്രകാരമാകുന്നു. മൂന്നാമതായിട്ട് കർത്താവ് ഈ സ്റ്റിൽ ഓൺ ദ ത്രോൺ ഈ സോവറൻ എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് സന്തോഷിപ്പാനായിട്ട് കഴിയേണ്ടത് എന്തുകൊണ്ടെന്നാൽ, കർത്താവിന് നമ്മുടെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാനായിട്ട് ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. നിത്യസ്നേഹത്താൽ നമ്മൾ സ്നേഹിച്ചിരിക്കുന്നതുകൊണ്ട് ആ സ്നേഹബന്ധത്താൽ നാം അവനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹബന്ധത്തിൽ നമ്മെ അകറ്റുവാനായിട്ട് ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതൊരു സന്തോഷത്തിന്റെ വാർത്തയാണ്. ഇങ്ങനെയുള്ള ഒരു സന്തോഷം നൽകുവാൻ പ്രാപ്തനായ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ലോകത്തിന്റെ ചരിത്രത്തിൽ. അത് മറ്റാരുമല്ല, ബേത്ലഹേമിലെ ജനിച്ചവരും മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹരിക്കുവാനുമായ കർത്താവ് യേശു ക്രിസ്തു മാത്രമാകുന്നു. അവസാനമായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ദൈവദേശം വെളിപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു ഇത്. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ വ്യാമോഹിച്ചുകൊണ്ടിരുന്ന, ആഗ്രഹിച്ചുകൊണ്ടിരുന്ന, കാത്തിരുന്ന ആ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ദേശം ആദ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സമാഗമന കൂടാരത്തിലാണ്. അതിനുശേഷം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ പർവ്വതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവദേശം അതേ ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് അകന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നാം ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, ദൈവദേശത്ത് പോയി എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന ജനതയുടെ മധ്യത്തിലേക്ക്, അതിനായിട്ട് വ്യാമോഹിച്ചു കഴിയുന്ന ജനങ്ങളുടെ മധ്യത്തിലേക്ക് ദൈവത്തിന്റെ ദേശം വെളിപ്പെടുന്ന ആ ഇമ്മാനുവേലെ ദൈവം നിങ്ങളോടുകൂടെ എന്ന് അർത്ഥം വരുന്ന നമ്മുടെ ക്രിസ്തുവിന്റെ ജനനം സംഭവിച്ചപ്പോൾ അതേ ആ ദൈവദേശം മടങ്ങി വരികയാണ്. ആ ദൈവദേശം കണ്ടപ്പോൾ അവരുടെ ഹൃദയം അതേ തുടിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേ ദൈവദേശം കാണുവാനായിട്ടുള്ള വലിയ ഭാഗ്യം ലഭിച്ചത് ആ ആട്ടിടയന്മാർക്കും മാത്രമാണ്. ഭൂമിയിൽ
അതെ, അവഗണിക്കപ്പെട്ടവർ, ഭൂമിയിൽ ഒരർത്ഥവും ആശയവും ഇല്ലാതെ ജീവിച്ചിരുന്നവരായ ആ പ്രിയപ്പെട്ടവർക്കാണല്ലോ സദ്വർത്തമാനം കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. ദൈവദേശത്തിന്റെ വെളിപ്പാടായിട്ടാണ് അതിരുന്നത്. ഈ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാലത്തുകളിൽ സംഭവിച്ച ഈ വലിയ സത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർക്കുണ്ടായ ആവേശത്തെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയായിട്ടാണ് അതിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മിൽ ആവേശമുണ്ടാകണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ അവസാന നാം അതിന്റെ 16 മുതൽ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ, 2-ാം അധ്യായത്തിന്റെ 16 മുതൽ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇടയന്മാർ അതിവേഗം ചെന്ന് മറിയേയും അതുപോലെ യോസേഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു എന്ന് വായിക്കുന്നുണ്ട്. ആവേശം, അതിനുള്ള എക്സൈറ്റ്മെന്റ്, അതിനുള്ള പാഷൻ, ഹൃദയം കർത്താവിനെ കൊണ്ടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരുന്നു എന്നും കാണുവാനായിട്ട് കഴിയും. അവർ ശിശുവിനെ കണ്ടു, കർത്താവിനെ കണ്ട് സംതൃപ്തി അടയുന്ന ഒരനുഭവം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിനെ കാണുന്നവരാണോ? കർത്താവിനെ ആസ്വദിക്കുന്നവരാണോ? കർത്താവിനെ അനുഭവിക്കുന്നവരാണോ? കർത്താവിൽ നിങ്ങളുടെ സംതൃപ്തി കണ്ടെത്തുന്നവരാണോ? കർത്താവാണോ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആനന്ദ വിഷയം? കർത്താവാണോ നിങ്ങളുടെ ആരാധനയുടെ കേന്ദ്ര വിഷയം? ഈ ക്രിസ്തുവിനെ കാണുവാൻ കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടോ? ഈ സാധുക്കളായ അവഗണിക്കപ്പെട്ടവരായ വെറും പരുഷമായ അനുഭവങ്ങൾ കൂടിയൊക്കെ കടന്നുപോയിരുന്ന ഈ ഇടയന്മാരുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സദ്വർത്തമാനം കേട്ടപ്പോൾ എത്രയോ വ്യത്യാസപ്പെട്ടു. അവർ എക്സൈറ്റഡ് ആയി തീർന്നു. നമ്മുടെ ജീവിതത്തിലും ആ എക്സൈറ്റ്മെന്റ് വളരെ ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഈ സദ്വർത്തമാനം മറ്റുള്ളവരെ അറിയിക്കുന്ന കാര്യത്തിൽ അവർ ആവേശമുള്ളവരായി തീർന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെങ്കിലും ചിലരോടെങ്കിലും ഈ സത്യം അറിയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ ജീവിക്കുവാനായിട്ട് തുടങ്ങി. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഈ നാം അറിഞ്ഞു പറയാനുള്ള കർത്താവിന്റെ ഉത്തമ സാക്ഷികളായിട്ട് നാം തീരണമെന്നുള്ളതാണ്. ആ നിലയിൽ നമുക്ക് തീരുമാനമായിട്ട് കഴിയുന്നുണ്ടോ? ഞാൻ എല്ലാ ദിവസവും ആരംഭിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. കർത്താവെ, മേക്ക് മീ എ ബ്ലെസ്സിംഗ് ടു സമ്മൺ ടുഡേ. ഒരാളോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട് എനിക്കിടയാണ്. എന്റെ കർത്താവിന് സ്നേഹത്തെ പങ്കിടുവാൻ കൊണ്ടും എനിക്കിടയാകണമെന്നുള്ള ആഗ്രഹത്തോട്, ആ പാഷനോട് കൂടി നമ്മുടെ ദിവസങ്ങൾ നാം തുടങ്ങുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അത് സഫലമാക്കി തീർക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവർ പുറപ്പെട്ടു പോയി ഈ സദ്വർത്തമാനം കേട്ടവരോടൊക്കെയും അറിയിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, ഈ വാർത്ത കേട്ടവരൊക്കെ ആശ്ചര്യപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആശ്ചര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത്, അതായത് വണ്ടർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ട വിഷയമാണ് ഇത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനോട് നാം ബന്ധമുള്ളവരായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 2 പ്രത്യേകമായ ഗുണങ്ങളാണ് ആശ്ചര്യം, വണ്ടർ, അതുപോലെ തന്നെ ആരാധന എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉത്കൃഷ്ടമായ ചിന്ത കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് സ്തുതിക്കും തീരും. മാത്രമല്ല, അതിന്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് മടങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ഇടയന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായത്. കർത്താവ് കാലത്തിക്കലിൽ ജനിച്ച ഈ കർത്താവിനെ കുറിച്ചുള്ള ഉത്കൃഷ്ടമായ ആ ചിന്തകൾ കൊണ്ട് ഹൃദയം നിറഞ്ഞു. സമാധാനത്തിന്റെ അനുഭവക്കാരായിട്ട് അവർക്ക് തീർന്നു. സന്തോഷ ഹൃദയമുള്ളവരായിട്ട് അവർക്ക് തീരുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല, ദൈവദർശനം ലഭിച്ചവരായിട്ട് കർത്താവിനെ കുറിച്ചുള്ള ോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞിട്ട് അവന്റെ കാര്യങ്ങളിൽ ഇഷ്ടമുള്ളവരായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. ഇടയന്മാർക്ക് ലഭിച്ചതിൽ നിന്ന് വിഭിന്നമായ ഒരു ലക്ഷ്യമല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിലയ്ക്ക് ഈ പണ്ടക്കോണം നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭയം വേണ്ട, ജാഗ്രത മതി. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഒരു പുതുവത്സരത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് പോവുകയാണല്ലോ പ്രിയപ്പെട്ടവരെ. ഈ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കർത്താവിന്റെ ആ അനുഗ്രഹിക്കപ്പെട്ട സ്വരം കേട്ടുകൊണ്ട് ജീവിപ്പാണ്ട കൊണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. സംവത്സരങ്ങളെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് അനുഗ്രഹങ്ങളുടെ ദാതാവാണ്. ഈ നല്ല കർത്താവിനെ നമുക്ക് ആസ്വദിച്ചറിയാം, അവനെ ആഘോഷിക്കാം, അവനെ അനുഗമിക്കാം, അവനെ ആരാധിക്കാം. അവന്റെ വിലയേറിയ നാമം
ഇന്ന് മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു എബ്രാങ്കൾ. ലളിതമായ ശക്തമായൊരു സന്ദേശം. ഈ ലോകമെങ്ങും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ഇപ്പോഴും ആഘോഷിക്കുമ്പോൾ ഒരിക്കൽ എന്നേക്കുമായിട്ട് നമ്മുടെ ഉള്ളിൽ കർത്താവ് ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ജനിച്ച ശിശുവിനെ ഒന്ന് കാണണം എന്നല്ല, ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ, ആ കർത്താവിൻ്റെ മുഖം കാണുവാൻ. ആ മുഖം കാണുമ്പോൾ നമ്മുടെ വേദനകളെല്ലാം മറക്കും, നമ്മുടെ കഷ്ടതകളെല്ലാം മാറും, നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറും. ആ നാളിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനത്തോടെ തുടങ്ങാം. 2 ഗാനങ്ങളൂടെ കേൾക്കുവാനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തമിഴ് ഗാനം നമുക്ക് കേൾക്കാം. ഇങ്ങനെ ആരംഭിക്കുന്നു. വാനം തിരന്തത് ദൂതർ ഗാനം തുനിന്തത്. അതിൻ്റെ അർത്ഥം, എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്, കാരണം ദൈവം എന്നെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി ലോകത്തിൽ അയച്ചു തന്നു. ഈ അനുഗ്രഹീതമായ അർത്ഥം കുറിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം പ്രിയ ബ്രദർ ഷിബു ജോസ് ഉടുമൽപേട്ട് ആലപിക്കുന്നു. പ്രിയദാസിനെ എല്ലാ ബഹുമാനത്തോടും കൂടെ ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. வானம் திறந்தது, தூதர் கானம் தொனித்தது, துன்பம் பறந்தது, எந்தன் சிந்தை மலர்ந்தது, இங்கு சந்தோஷ காற்றினில் தன்னோடு தாளாட்டுது. காரணம் தேவனின் மீதுதான் கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. காரணம் தேவனின் மீதுதான் கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. வானம் திறந்தது, தூதர் கானம் தொனித்தது, துன்பம் பறந்தது, எந்தன் சிந்தை மலர்ந்தது, இங்கு சந்தோஷ காற்றென்னில் தன்னோடு தாளாட்டுது. காரணம் தேவனின் மீதுதான் கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. காரணம் தேவனின் மீதுதான் கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. தீர்க்கன் உரைத்தது, அதன்படி வார்த்தை ஜெனித்தது, தேவன் பிறந்தது, மனிதனாய் பூமியில் வந்தது, உலகினி தன்னை வலிய தந்து விண்ணு குயிர்த்து வந்து இன்னல் நீக்க பிறந்தான். தீர்க்கன் உரைத்தது, அதன்படி வார்த்தை ஜெனித்தது, தேவன் பிறந்தது, மனிதனாய் பூமியில் வந்தது, உலகினி தன்னை வலிய தந்து விண்ணு குயிர்த்து வந்து இன்னல் நீக்க பிறந்தார். மேசியா என் ரட்சகர் பூமியில் பிறந்ததால் பாவத்தின் மேல் ஜெயம் தந்தார். அவர் அன்பை நானும் சொல்ல வார்த்தையும் இல்லை, அதனால் வானம் திறந்தது, தூதர் கானம் தொனித்தது, துன்பம் பறந்தது, எந்தன் சிந்தை மலர்ந்தது, இங்கு சந்தோஷ காற்றென்னில் தன்னோடு தாளாட்டுது. காரணம் தேவனின் மீதுதான் கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. காரணம் தேவனின் மீதுதான் கொண்ட
கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. அன்பின் உறைவிடம் அவர் என்றும் பண்பின் புகலிடம். உண்மை நிலைத்திட உலகினில் தர்மம் விளங்கிட, உலகினில் தன்னை பலிய தந்து விண்ணு குயிர்த்து வந்து இன்னல் நீக்க பிறந்தார். அன்பின் உறைவிடம் அவர் என்றும் பண்பின் புகலிடம். உண்மை நிலைத்திட உலகினில் தர்மம் விளங்கிட, உலகினில் தன்னை பலிய தந்து விண்ணு குயித்து வந்து இன்னல் நீக்க பிறந்தார். மேசியா என் ரட்சகர் பூமியில் பிறந்ததால் பாவத்தின் மேல் ஜெயம் தந்தார். அவர் அன்பை நானும் சொல்ல வார்த்தையும் இல்லை, அதனால் வானம் திறந்தது, தூதர் கானம் தொனித்தது, துன்பம் பறந்தது, எந்த சிந்தை மலர்ந்தது. இங்கு சந்தோஷ காற்றெண்ணில் தன்னோடு தாளாட்டுது. காரணம் தேவனின் மீதுதான் கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. காரணம் தேவனின் மீதுதான் கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. வானம் திறந்தது, தூதர் கானம் தொனித்தது, துன்பம் பறந்தது, எந்த சிந்தை மலர்ந்தது. இங்கு சந்தோஷ காற்றெண்ணில் தன்னோடு தாளாட்டுது. காரணம் தேவனின் மீதுதான் கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. காரணம் தேவனின் மீதுதான் கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. காரணம் தேவனின் மீதுதான் கொண்ட தமது பேரன்பினால் தந்தார் சொந்த மைந்தனை இந்த பொன்னாளிலே. വളരെ അനുഗ്രഹീതമായ ഒരു തമിഴ് ഗാനം കേൾക്കുവാനായിട്ടിടയായി. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എത്ര സന്തോഷകരമായി തീർന്നു എന്ന ആശയം കുറിക്കുന്ന ഒരു ഗാനം കൂടെ നാം കേട്ട് നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഈ ഗാനം രചിച്ചതും ഈണം നൽകിയതും ഇന്ന് ആലപിക്കുന്നതും സിസ്റ്റർ മജു എബി ജോസഫ് അൾവാർ അവറുകളാണ്. എൻ പ്രിയൻ വാനിൽ വരും നാൾ എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായൊരു ഗാനം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാശയെ ഓർപ്പിക്കുന്ന അനുഗ്രഹീതമായൊരു ഗാനം. കൂടെ ഞാനും പറന്നുയരും. ഈ ദേഹം വിട്ടു പോകും ഞാൻ, പുതിയ രൂപം പ്രാപിക്കും ഞാൻ ആ ദിവസം. എൻ പ്രിയൻ വാനിൽ വരും നാൾ, അവന്റെ കൂടെ ഞാനും പറന്നുയരും. ഈ ദേഹം വിട്ടു പോകും ഞാൻ, പുതിയ രൂപം പ്രാപിക്കും ഞാൻ ആ ദിവസം.
സന്നിധി ചേരുമ്പോൾ എൻ പ്രിയൻ വാനിൽ വരും നാൾ അവന്റെ കൂടെ ഞാനും പറന്നുയരും. ഈ ദേഹം വിട്ടു പോകും ഞാൻ, പുതിയ രൂപം പ്രാപിക്കും ഞാൻ ആ ദിവസം. താങ്ക് യു മഞ്ജു സൗരി. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാൻ ഇന്ന് രാത്രിയിടെയായി. നമ്മുടെ സമയം ഏതാണ്ട് അവസാനത്തിലേക്ക് കടന്നു വരികയാണ്. വോട്ട് ഓഫ് താങ്ക്സിനും മറ്റ് അനൗൺസ്മെന്റിനുമായിട്ട് നാം അവസാന സമയത്തേക്ക് കടന്നു വരികയാണ്. പ്രിയ മാമൻ കുര്യച്ചാൻ എല്ലാ ബഹുമാനത്തോടും കൂടെ ബാക്കി ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരു ശനിയാഴ്ചയും നമുക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി സൂം മീറ്റിങ്ങിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളും അതിനുശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശവും കേൾപ്പാൻ തക്കവണ്ണം ദൈവം ഇന്നും നമുക്ക് ഇടവരുത്തിയതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവർ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നും വളരെ തിരക്കുകളുടെ ഇടയിലും പ്രിയപ്പെട്ടവരായ നിങ്ങൾ വളരെ സന്തോഷത്തോടെ കടന്നു വന്നു എന്നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അനേക പ്രിയപ്പെട്ടവർ ഈ മീറ്റിങ്ങിൽ നിന്ന് കടന്നു വന്നു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. നാം പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോയ ചിന്തകളാണ്. ഇത് കേട്ടുകൊണ്ടേ ഇരിക്കാമല്ലോ, അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് നാം ഇത് കേട്ടത്. പ്രിയ സഹോദരിമാർക്ക് നന്ദി പറയേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രിയ സഹോദരൻ ഷിബു ജോസ്, ഷൗൽ വർഗീസ്, ജെയിംസ് കൊടുന്തറ സഹോദരിമാരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. സഹോദരിമാരായ മജിയബി, അതുപോലെ അക്സ സന്തോഷ്, പ്രിയ സഹോദരിമാരോട് ഞങ്ങളുടെ സ്നേഹത്തെ നന്ദി അറിയിക്കുകയാണ്. ഈ മിനിസ്ട്രി ഓർത്ത് വരും കാലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വരും കാലങ്ങളിലും ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, ഈ ക്രിസ്മസ് നൈറ്റ് എന്ന ഈ പ്രോഗ്രാം ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം ക്രിസ്തുവിനെയാണ് ആഘോഷിക്കുന്നത്. കാലാകാലങ്ങളിൽ നമുക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം എത്രയോ ഭാഗ്യമാണ് ദൈവം തന്നിരിക്കുന്നത്. നാം എത്രയോ ശ്രേഷ്ഠം മനോഹരം എന്ന് പാടുവാൻ കർത്താവ് ഇടവരുത്തി. നന്ദിയോടെ ദേവഗാനം പാടുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടവരുത്തി. മാത്രമല്ല, നാം കർത്താവിനെ ആരാധിക്കുന്നവരായിട്ട് നമ്മളെ ദൈവം മാറ്റിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. നല്ല രീതിയിൽ ലീഡ് ചെയ്യുവാൻ തക്കണം പ്രിയ സന്തോഷ് മാത്യു സഹോദരനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതിനായിട്ട് ദൈവത്തെ അതിനോട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് ബി ജെ മാത്യൂസ് അങ്കിൾ ന്യൂയോർക്ക് അങ്കിള് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ വേണ്ടി പ്രിയ അങ്കിളിനെ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയപിതാവായ ദൈവമേ, ഈ സന്ധ്യാസമയത്തും കർത്താവിന്റെ മക്കളെ അടിയങ്ങൾക്ക് ക്രിസ്തുവിൽ കടന്നു വന്ന് കാൽവരി നാദം ഒരുക്കിയ പാടി സ്തുതിക്കുക മിനിസ്ട്രിയിൽ കൂടെ അതിന്റെ 92ാം എപ്പിസോഡ് അതിമനോഹരമായി തീർക്കുവാൻ തക്കവണ്ണം നീ സഹായിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നിന്റെ മക്കൾ ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ഈ പരിപാടി നടത്തുകയും ചെയ്യുന്നത് മൂലം അനേകർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള അനേകർക്ക് കർത്താവെ അത് അനുഗ്രഹകരമായി തീരുവാൻ ഇടയാക്കിയിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അതിന്റെ ഓർഗനൈസർ ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് മാത്യുവിനെയും കോർഡിനേറ്റർ ബാമൻ കുര്യനെയും പ്രത്യേക ആൾക്കാർക്ക് പ്രമേൽപ്പിക്കുകയും നിന്റെ മക്കളെ കൂടുതലായി തിരുക്കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേക ഞങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ പാടി ഡോഹായിൽ നിന്നും ദുബായിൽ നിന്നും അൽവാറിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒടുമൽപേട്ടിൽ നിന്നൊക്കെയും നിന്റെ വലിയ ദാസന്മാരും കർത്താവെ മനോഹരമായ പാട്ടുകൾ പാടി സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കി അവരെയും നീ കൂടുതലായി സഹായിക്കും അനുഗ്രഹിക്കും തിരുനാമത്തിനായി ഭാവികാലങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, ക്രിസ്മസിന്റെ മെസ്സേജിനോടനുബന്ധമായിട്ട് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ പൂജാതനായ യേശു ക്രിസ്തുവിന്റെ ആ സത്യ സുവിശേഷം, ആ മെസ്സേജ് എബ്രഹാം ഡാളസിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കിടയായതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ ദാസങ്ങൾ കൂടെ
ലഭിച്ച വലിയൊരു ദൂതനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ മകന്റെ സഹായ മറ്റനേക പ്രവർത്തനങ്ങൾ താൻ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെയും ഞങ്ങൾ ഓർക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ മകനെ കൂടുതലായി സഹായിക്കണേ, അനുഗ്രഹിക്കണേ, ആരോഗ്യം ബലവും ദീർഘായുസ്സും നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിനായി കൂടുതൽ പ്രയോജനപ്പെടുവാൻ നീ അവനെ നിന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇതിൽ നേരിട്ട് കർത്താവ്യവും മുഖാന്തരം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിക്കുന്നു. അത് കർത്താവെ ഇതിൽ കേട്ടതുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. അതിനുശേഷവും കർത്താവെ അത് യൂട്യൂബിൽ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കർത്താവെ ലോകമെങ്ങുള്ള അനേകർ കേൾക്കുവാനും അനേകായിരങ്ങൾക്ക് ഈ മെസ്സേജും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമും അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. നശിച്ചു ജനത്തോട് നീ മനസ്സിലുകയും കർത്താവെ അനേകരെ നിങ്ങളിലേക്ക് നയിപ്പാനും നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ക്രിസ്മസിന്റെ ആ സന്ദേശം കർത്താവെ ബൈബിളായി ഞങ്ങൾക്ക് സ്വീകരിപ്പാനും വിശ്വാസത്തിൽ കൂടെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പാനും ദൈവമക്കളായി തീരാനും എളിവരായ അടിയങ്ങൾക്കൊക്കെയും സഹായിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ സത്യത്തിലേക്ക്, ഈ വലിയ രക്ഷയിലേക്ക് കടന്നു വരാത്തവരായ അനേകായിരങ്ങൾ ലക്ഷങ്ങൾ ഈ ലോകത്തിലുണ്ടല്ലോ കർത്താവെ, അവരും ഈ സത്യസുവിശേഷം ഈ ക്രിസ്മസ് പ്രോഗ്രാം മൂലമൊക്കെയും ഇത് കർത്താവ് വന്നു എന്നുള്ള സത്യം അറിയുവാനും കർത്താവെ ഏതെങ്കിലും സമയം അവർ കർത്താവിന്റെ വന്നതിന്റെ പർപ്പസ് മനസ്സിലാക്കി അവന്റെ ആ സത്യസുവിശേഷം കേട്ട് രക്ഷിതാവായി അവനെ സ്വീകരിക്കുന്നതും ദൈവമക്കളായി തീരുവാൻ ഇടയാക്കുന്നതും പ്രാർത്ഥിക്കും. നശിച്ചു പോകുന്ന ജനത്തോട് നീ മനസ്സിലണം പ്രാർത്ഥിക്കും. കർത്താവെ അങ്ങനെ സകല കാര്യങ്ങളും തൃപ്തിപ്പിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തതിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അങ്ങ് തന്നെ സകലം പ്രവർത്തിക്കുകയും സകല മാനവമഹത്വം എടുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ പുത്രനുമായ യേശു ക്രിസ്തു നാമത്തിൽ ഏറ്റവും വിനയമായി യാചിക്കോട് കേൾക്കണം പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പിതാവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.